മസാലയുടെ ഇന്നത്തെ ഈ രസകൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയങ്കരായ ഓഡിയൻസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ഈ ഷോയിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ആർട്ടിസ്റ്റുകളെയും സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ മാർട്ടിൻ ആൻഡ് നെൽസൺ ഷൂരനാട്. അങ്ങനെ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. നെൽസൺ ചേട്ടൻ സത്യം അറിഞ്ഞോ? മാർട്ടിൻ ചേട്ടന്റെ പേര് മാറ്റി രാധാകൃഷ്ണൻ ആക്കി. ഇന്നത്തെ എപ്പിസോഡിൽ രാധാകൃഷ്ണനാണ്. ഇതുണ്ടോ രാധയും കൃഷ്ണനും മുഖം വെച്ചിട്ട് അല്ലെ താടിയുള്ള കൃഷ്ണനാകുമ്പോ ശരിയാവില്ല, അതുകൊണ്ട് പുള്ളി പറഞ്ഞ വേറൊന്നും ഇല്ലല്ലേ നമ്മുടെ മനസ്സിലായി. അപ്പൊ തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ആ സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ മുന്നിൽ ഒരു നല്ല രസികൻ സ്കിറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി എത്തുകയാണ് ടീം ഫൺ സ്റ്റാർസ്. നമുക്കൊരു റൗണ്ട് കളിച്ചിട്ട് പോവാം. അല്ല വേണ്ട, ശരിയാവില്ല, വേണ്ട വേണ്ട, ചുമ്മാ സമയങ്ങൾ വേണ്ട, ശരിയാവില്ല. എനിക്ക് പണിക്ക് പോകണം, എനിക്ക് പോകണം. എനിക്ക് വേണ്ട, എന്റെ കൂടെ വേറെ ആരും ഒരു റൗണ്ട് എടാ പറ്റൂല, പണിക്ക് പോയെങ്കിൽ വൈകിട്ട് വീട്ടിൽ കയറാൻ പറ്റൂല. നീ ചുമ്മാ എനിക്ക് പോകണം. അണ്ണ എന്ത് സംസാരിക്കുന്നത്? അണ്ണ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും മലയാളികൾ ജോലിക്ക് പോകുമോ? പിന്നെ ബംഗാളിയെ പറഞ്ഞു വിടണം. സത്യം. എന്നാ ഒരു കാര്യം ചെയ്യും, നീ വിചാരിച്ച ആ ബംഗാളി ഞാനാണ്, അന്തസ്സുള്ള മലയാളി നീയാണ്. നീ ഇവിടെ ഇരുന്ന് കളി, എനിക്ക് പോണം. അങ്ങനെ പറയാൻ കളിച്ചിട്ട് പോണം ഒരു റൗണ്ട്. പറ്റൂല, പറ്റാത്തോണ്ടാണ്. ഓഹോ, നമുക്ക് മനസ്സിലായി. എന്തോ മനസ്സിലായി? പെണ്ണും പുള്ളെ പേടി. ആർക്ക്? അണ്ണന്. എനിക്കാ അല്ല ഗംഗാരണ്ണ എന്തോ പറ്റി? എന്തോ പെട്ടെന്ന്. അല്ല നീ എന്തോന്ന് പറഞ്ഞത്? എനിക്ക് പെണ്ണുമ്പിള്ളെ പേടിയത്. പിന്നല്ലാതെ ആ വർത്താനം പറയരുത്. പെണ്ണുമ്പിള്ളെ പേടിയെന്ന് പറയുന്നത് എന്റെ കുടുംബം എനിക്കറിയാടാ. അയ്യോ എടാ, നാട്ടിൽ ചോദിച്ചോണ എന്റെ അപ്പൂപ്പൻ രാമൻകുട്ടിപ്പിള്ള, ഒരു 6 അടി പൊക്കം ഗജാഗടിയനായ മനുഷ്യൻ. വൈകിട്ട് ഒരു കുട്ടിത്തോർത്ത് കൊടുത്തോണ്ട് ജോലിക്ക് പോയിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് കേറിയിട്ടൊരു വിളിയുണ്ട്, ചെല്ലമ്മേ എന്നുള്ള വിളിയിൽ അപ്പൂപ്പന്റെ നിഴല് കാണുന്നതും അമ്മമ്മയുണ്ടല്ലോ പരാക്രമം പിടിച്ച് വീടിന്റെ 4 വാടും കിടന്ന് ഓടും. അതായിരുന്നു വില. അപ്പൂപ്പൻ എത്ര മക്കള്? 12. അപ്പൊ നിഴല് കണ്ട് ഓടി ഒളിച്ചില്ലെങ്കിലേ അത്ഭുതം. കറക്റ്റാ അല്ലേ? ഞാൻ റൗണ്ട് ഇരുന്നാ എനിക്കൊരു പറഞ്ഞതിന്റെ ധ്വനി കൊള്ളിപ്പീര് എനിക്ക് മനസ്സിലായില്ലേ? അല്ല, എനിക്ക് എന്റെ കൂടെ വേറെ ആരും ഇല്ലാത്തണ്ടോ ഒന്ന് ഇരുന്നാ. അങ്ങനെ വേണ്ട ഏട്ടാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, കല്യാണത്തിന് മുമ്പ് ഞാനും എന്റെ ഭാര്യയും ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനായിരുന്നു ഇരുന്നത്. അറിയാമോ? അവള് പറഞ്ഞ ഞാൻ അങ്ങോട്ടും ഇല്ല, ഞാൻ പറഞ്ഞ അവൾ ഇങ്ങോട്ടും ഇല്ല. അങ്ങനെയായിരുന്നു. ഞാനെന്ന് പറഞ്ഞ അവള് മരിക്കും, ഞാൻ മരിക്കാൻ വേണ്ടി അവള് കിടക്കും. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഒന്ന് എന്നെ സഹായിക്കും. അല്ലടാ, നിന്റെ കൂടെ കളിച്ചാൽ ശരിയാവില്ല, ഇന്ന് പണി നടക്കില്ല. ഒരു 8:30 പണിക്ക് കയറുന്നത്, മണി 7:15 ഉള്ളൂ. ഒരു 2 മിനിറ്റ് മതി, അത്രേ കളിക്കൂ. നിന്നെ ഞാൻ പൂട്ടും പോവും. ഓക്കെ, പൂട്ടും നമുക്കറിയാലോ. കാണാം, കളി കാണത്ത്, കളി കളി ഇറക്ക്. എന്തൊരാക്കിയ ചിരിയിരിക്കുന്നത്? നേരത്തെ എന്ത് പറഞ്ഞ? പെണ്ണുമ്പിള്ള പേടിയാ? എനിക്ക് പേടിയില്ല. പേടിയില്ലാത്ത ആള്. സത്യം, നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് അണ്ണന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അണ്ണന്റെ പെണ്ണുമ്പിള്ള അണ്ണനെ പൂര തെറി വിളിക്കുന്നത്. ഇതൊന്നും കേട്ടോണ്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ വായും പൊത്തിയിരിക്കുന്നത് നമ്മളിവിടെ ആണുങ്ങളിൽ കാണുന്നുണ്ട്. എടാ ബാബു, ഒരു ഇടിയും മിന്നലും വരുമ്പം മെയിൻ സ്വിച്ച് ഓഫാക്കി വെച്ച ഒരു അപകടം ഒഴിവാകും. മിക്കവാറും ഈ മെയിൻ സ്വിച്ച് അവരടിച്ച് കളയും. പെട്ടെന്ന് കളി, നമുക്ക് പോവാം. നീ ഇതിനടുത്ത് ഇങ്ങോട്ട് പിൻ ചെയ്തിട്ടേ പോവാൻ. 2 മിനിറ്റ് കൊണ്ട് നിന്നെ ഞാൻ പൂട്ടും. പൂട്ടിയിട്ടേ പോവാൻ. ഞാൻ കളിച്ചു, നീ കളി. നിന്റെ കാലാളിനെ ഞാൻ വെട്ടി. ഒരു കാലാള് പോയതിന് എന്തിനടാ ഇങ്ങനെ ഇരുന്ന് കരയണത്? ഞാൻ കരഞ്ഞ? പിന്നെ അണ്ണൻ എന്താണ് ചെവിക്കാത്ത കുരുവോ? ഞാൻ കരഞ്ഞൊന്നുമില്ല. കളി എന്നെ വെട്ടിയ സ്ഥിതിക്ക് അണ്ണന്റെ കുതിരയെ ഞാൻ കുത്തി. ഞാൻ എന്തിനാണ് കുതിരയെ കുത്തിന് അണ്ണൻ കരയുന്നത്? ഞാൻ എവിടെ കരഞ്ഞു? നഗുമോ ഓ മോകനല്ലേ നീനാജാലി തെല്ലസി. നഗുമോ ഓ മോകനല്ലേ നീനാജാലി തെല്ലസി. നഗുമോ നൗരു ശ്രീരഘുവരനേ നഗുമോ.
നന്നായിരിക്കും. നല്ല നിങ്ങൾ നല്ല പിച്ചി പിടിച്ചേട്ടാ നല്ല നന്നായിരുന്നു. നിങ്ങൾ പാട്ട് ടച്ച് ഉണ്ടല്ലേ അതുകൊണ്ട് അടുത്ത മൂട് ഞാൻ പാടാം. മനുഷ്യൻ ഉയരും കളഞ്ഞ് ചാവാൻ കയറും കയ്യിൽ പിടിച്ച് വന്ന് നിന്നപ്പോൾ പാട്ടുപാടി ആസ്വദിക്കുന്നു. സ്വാതി തിരുനാളേ, പൂന്തോട്ടത്തിലിരിക്കുന്ന പൂമ്പാറ്റേ, കൊള്ളാം, ചാവുന്നവന് പാട്ട് പാടി കൊടുക്കണം. എന്റെ ഭാര്യ എനിക്ക് മനസ്സമാധാനം തരുന്നില്ലണ്ണോ. ഇനിയിപ്പോ എന്താ അത് കാര്യം തരും? നിന്റെ ഭാര്യ പെട്ടെന്ന് നിനക്ക് മനസ്സമാധാനം തരാതിരിക്കാനുള്ള കാര്യം തോന്നുന്നു. ഞാൻ പറഞ്ഞ ശരിയാവത്തില്ല, കാണിച്ചു തരാം. ഓ ശരി, കാണിത് കാണി. അത് ന്യായം. അത് ഞാൻ കയറെടുത്ത് തിന്നരുത്, എനിക്ക് ചാവാനുള്ളതാണ്. നിന്റെ സ്വഭാവം എനിക്കില്ലടാ, നീ ഇരുന്ന് കളി. കാണിത്. ഇത് എന്റെ ഭാര്യ, അത് എന്റെ കുതിരയാ. ഫലത്തിൽ രണ്ടും ഒന്നാ. എന്നാൽ ഞാൻ വെട്ടി. അയ്യോ, എന്റെ കുതിര പോയി. എന്റെ കുതിര പോയി. കൊമ്പും കുലുക്കി വന്ന ഹരിതാ നായർ പോയി. അപ്പോഴാ അവന്റെ ഒരു കുതിര. ഡേയ്, എന്താണ് നിന്റെ പ്രശ്നം? ഇനി വാ ഡാപ്പി. ചെല്ലക്കളി കരയല്ലേ? നീ ഇത്രയും കാളകണക്ക് വളർന്നിട്ടിരുന്ന് ഈ നന്ദികേശ അമ്പലത്തിന്റെ പേര് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്നോണ്ട് കരയല്ലേ? ഇനി അയച്ചു വാ, ചോദിക്കട്ടെ. ഡേയ്, ഇവന്റെ സ്വഭാവം അറിയാം, എനിക്കറിയാം. ആത്മഹത്യാ പ്രവണത. ഇതിനു മുമ്പ് പല പ്രാവശ്യം ആത്മഹത്യ നോക്കി നടന്നില്ല. എത്ര പ്രാവശ്യം ആത്മഹത്യ നോക്കിയടാ? 3 തവണ ചെയ്യാൻ നോക്കി, നടന്നില്ല, മൊത്തം പാളി. പാളി. എങ്ങനെയാടാ പറ കേക്കട്ടെ. ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ വിഷം കുടിച്ചു. പക്ഷെ നാട്ടുകാർ പൊക്കി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അണ്ണാക്കി കൂടെ ഈ നീളമുള്ള ട്യൂബ് കുത്തി എന്റെ വയറ്റിലിറക്കി കഴുകി വൃത്തിയാക്കി ഫ്രഷ് വീട്ടിൽ കൊണ്ടുവന്ന് കടത്തി. വെരി ഗുഡ്. ഒന്നാമത്തെ പൊളിഞ്ഞ് വിടുമോ ഞാൻ? വിടരുത്. രണ്ടാമത് കയറിൽ കുരുക്കിട്ടിട്ട് മരത്തെ കേറി ഒറ്റച്ചാട്ടം പ്ലക്ക്. അയ്യോ, എന്നിട്ട് ഇത് അവിടെ കെട്ടാൻ മറന്നുപോയി. കാലും കൈ ഒടിഞ്ഞു. തലയെന്ന് മരത്തിൽ വെച്ച് 16 കുത്തിക്കെട്ട് 6 മാസം. അത് കഴിഞ്ഞ് എന്റെ 3 അറ്റംപ്റ്റാണ് ആ സമയത്ത് പൊളിഞ്ഞു പോയത്. വിടുമോ? നേരെ ഓടി റെയിൽവേ സ്റ്റേഷനിൽ പാളം നോക്കി വൃത്തിയുണ്ട്, കൊള്ളാം, തല വെച്ച് കിടന്നു. ഒരിക്കൽ പോലും കൈ കാണിച്ചാലും നിർത്താത്ത പന്ന പട്ടി ട്രെയിൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി തന്നു. ഇറങ്ങി വന്നു. പടക്ക്. എഞ്ചിൻ ഡ്രൈവർ ഒറ്റ അടിയായിരുന്നു. വെരി ഫോർമാറ്റ് അറ്റംപ്റ്റ്. അയ്യോ, എന്നെ എടുത്ത് ജയിലിൽ കൊണ്ട് കിടത്തി. ആത്മഹത്യാ പ്രവണത 6 മാസം ശിക്ഷ കഴിഞ്ഞു. ദാ കിട്ടിയ കാശിന് ഒരു കുഞ്ഞു കയറും വാങ്ങിച്ചു, തൂക്കിക്കൊണ്ട് ഇവിടെ വന്നു. ഇന്ന് ഞാൻ മരിക്കും. ഇല്ല, ഞാൻ പറയട്ടെ, നീ മരിച്ചോ? അതൊക്കെ ചെയ്തോ? കുഴപ്പമൊന്നുമില്ല. എടേ, ഞാൻ അറിഞ്ഞുകൊടുത്തോളാം എവന്റെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ വീട്ടിലാ. എടാ, പിന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഡേ, നിന്റെ വീട്ടിൽ മിക്സി ഇല്ലേടാ? ഉണ്ട്. ഗ്രൈൻഡർ ഇല്ലേടാ? ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇല്ലേടാ? ഉണ്ട്. ഇതല്ല ഏത് കമ്പനിയാണ്? ഭാർഗവൻ പിള്ള. അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ? ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെ അല്ലടേ. അപ്പൊ പിന്നെ ആ കമ്പനിക്ക് ഞാൻ തന്നെ പേരെടുത്ത് നിനക്കെന്തിന് കുരുവാ? ഇത് നല്ല കാര്യം. ഡേയ്, സത്യം പറയലേടാ ബാബു, ഇവ എന്റെ വല്യച്ഛന്റെ മോനാ. ആണോ? ഞങ്ങളെ കുടുംബത്തിൽ പെട്ടാണ്. അതെന്റെ തെറ്റല്ല. വല്യച്ഛന്റെ മോനാ. അതിങ്ങനെ ആയിപ്പോയി, നമ്മൾ പറഞ്ഞിട്ട് കാര്യം. കണ്ടപ്പോഴേ തോന്നി. പക്ഷെ ഇവന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ വല്യച്ഛൻ. എടാ, പറഞ്ഞോടാ വല്യച്ഛൻ എന്തരായിരുന്നു? പറഞ്ഞോടാ, അവൻ കേക്കട്ടെ, ചെറുക്കൻ കേക്കട്ടെ, എന്തരാണ് വല്യച്ഛൻ? വനിതാ പോലീസ്. എന്റെ അച്ഛൻ എങ്ങനെ വനിതാ പോലീസ് ആവുന്നത്? അത് പെണ്ണുങ്ങളല്ലേ വനിതാ പോലീസ് ആവുന്നത്? എന്റെ അമ്മ വനിതാ പോലീസ് അല്ലായിരുന്നോ? ആ. അമ്മ മരിച്ചപ്പോ ആ ജോലി അച്ഛന് കിട്ടി. അങ്ങനെ അച്ഛൻ വനിതാ പോലീസ്. ഇനി അച്ഛൻ മരിക്കുമ്പോ ആ ജോലി എനിക്ക് കിട്ടണം. അപ്പൊ ഞാൻ വനിതാ പോലീസ്. അതാണ്. വനിതാ പോലീസിന്റെ ഡ്രസ്സ് കിട്ടോണ്ട് ഞാൻ നിന്ന് കൊടുത്താച്ചാലും മതി. പക്ഷേ ഇന്ന് തീരും. ഇത് മുഴുവൻ നീ തിന്നു. ഇന്ന് തീർക്കും. ഡേ ഭാർഗവൻ പിള്ളേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കയർ ഉൽപ്പന്നം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടും കയർ വ്യവസായം അഭിവൃദ്ധിപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും ഇതൊരിക്കലും തീരത്തില്ല. കാശ് കൊടുത്താൽ കടയിൽ ഇഷ്ടം പോലെ കിട്ടും. നീ പേടിക്കണ്ട, വെച്ചോ. കുടുംബത്തിലുള്ളതാണ്, പക്ഷെ വിവരമില്ല. മണ്ടൻ കുണാപ്പി വേട്ടാവളിയാ. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? എടാ, ഇന്ന് ഞാൻ തൂങ്ങിച്ചാവും. എടാ, ഉത്തരം മുട്ടുമ്പോ ഇരട്ട പേര് വിളിക്കാതെ കാര്യം പറയടാ. നീ ഇപ്പൊ എന്തെറിയാൻ പോണ്? ഞാൻ മരിക്കാൻ പോകുന്നു. എടാ, അങ്ങനെ മരിക്കാൻ പറ്റൂല. പിന്നെ? എടാ, അതിനൊക്കെ ഒരു സമയമുണ്ട്. നമ്മളിപ്പോ മരിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിച്ചെന്നാ മരിക്കാൻ പറ്റൂല. പിന്നെ? അത് കാലൻ അതിന്റെ സമയമാകുമ്പോ നമ്മളെ വന്ന് വിളിച്ചോണ്ട് പോയില്ലേടാ ബാബു? ഇയാൾ ചുമ്മാ ചാവണം എന്ന് പറഞ്ഞ് നടന്നിട്ട് ചത്തോ? എന്താ കാരണം? കാലം വരണം. കാലം വരാതെ ചാവത്തില്ല. ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ലടേ. ശരി, അപ്പൊ കാലം വരത്തില്ലെന്നാ നിങ്ങളുടെ തീരുമാനം? അതെ. കാലം ഇവിടെ വിളിച്ചു വരുത്തുന്ന കാണണോ? പിന്നെ നീ വിളിച്ചാ വരാൻ കാലം നിന്റെ ചിറ്റപ്പനല്ലേ? പോടാൻ ജോലിക്ക്. അങ്ങാട്ട് കിടക്കുന്ന കാലിനെ എന്റെ കുടുംബത്തിൽ കൊണ്ട് കറ്ററ്. ഞാൻ കാലിനെ ഇവിടെ വിളിക്കും. കാലിന് ഇവിടെ വരും. ഞാൻ വിളിച്ച കാലൻ വരും. എന്നാ ഒന്ന് കാണണമല്ലോ. നീ വിളിച്ചാണ് ഞാൻ കേക്കട്ടെ. കാലനെ വരുത്തിയാണ് കാണട്ടെ. വിളി. കാലാ മകനെ ആരാ?
യമപുരിയിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഹോ, ഞാൻ വിചാരിച്ചു സൗണ്ട് ഓപ്പറേറ്റർ എക്കോ ഇട്ട് വർക്ക് ചെയ്ത. ഞാനാടേ കാലേ ഞാൻ ഇപ്പൊ അങ്ങോട്ട് കമ്മുവേ. ഒന്നും കൂടെ ചിരിക്കുവോ? അങ്ങനെ എപ്പോഴെപ്പോഴും ചിരിക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ ടൈം വ്യത്യാസമുണ്ട്, അറിയാമോ? എപ്പോഴെപ്പോഴും ചിരിക്കാൻ അല്ല മനസ്സിലായില്ല. ആര് 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 മോം കാളൻ, ആര്? യമപുരിയിലെ കാളൻ. നിങ്ങള് കാലൻ യെസ്, യമപുരിയില്ല. യമപുരിയിൽ നിന്നോ? ഇത് കാലനല്ല, ഏതോ ഒടിഞ്ഞ ബെഞ്ചിന്റെ കാലി. ഞാൻ കാലേ, എന്റെ അമ്മയാണ്, ഈ മണ്ണാണ്, നീയാണ്, ഞാനാണ്, രണ്ട് പിള്ളേരാണ്. സത്യം കാലേ, സത്യം കാൽ നോക്കിക്കേ, നേരെ നോക്കിക്കേ കാലേ. അല്ല, വിളിച്ചു വരുത്തത് ഞാനാണ്. ഓ, പക്ഷെ എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നരിയ വിശ്വസിക്കലിയ, ഞാൻ കാലേ. അല്ല, ഈ കാലനാണെങ്കിൽ ഈ ആഭരണമൊക്കെ കാണണമല്ലോ. അതോ അല്ല, അത് ഉണ്ടായിരുന്നു. ഞാനേ എയർപോർട്ട് വഴിയാ വന്നത്. അപ്പൊ ഇന്ത്യൻ ടാക്സി പിടിച്ചു, കള്ളസ്വർണ്ണം പറഞ്ഞുകൊണ്ട് എല്ലാം ഊരിക്കൊണ്ട് പോയി. അപ്പൊ തരാന്ന് പറഞ്ഞു, കുഴപ്പമില്ല. ശരി, ഈ കാലന്റെ പോത്തവിടെ? അത് നമ്മുടെ എന്റെ അനിയച്ചാര് കൊണ്ടുപോയി. ചിത്രഗുപ്തനാ? ആ, മാമിയുടെ കല്യാണത്തിന് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു എന്റെ വാഹനം എടുത്തോണ്ട് പോവല്ലേ എന്ന്. അവൻ കേൾക്കൂല, എടുത്തോണ്ട് പോയി. പോട്ടെ, തലയിലിരിക്കുന്ന കുന്ത്രാണ്ട തൊപ്പി അതെന്തേ? അത് ഹെൽമെറ്റാന്ന് പറഞ്ഞ അവന് കൂടെ കൊണ്ടുപോയി. അതൊക്കെ ഓക്കെ, ശരി. എന്നാ ഒരു കാര്യമുണ്ടല്ലോ, സാധാരണ കാലം വരുന്നത് വലിയ കാലപാശം ഈ ജീവനെടുക്കാനുള്ള കയറുമായിട്ടാണ്. ആ വടം അതെവിടെ? അയ്യോ, ഞാൻ രാവിലെ വടം കൊണ്ട് ഇറങ്ങിയതാ. എന്നിട്ട് അവിടെ ഇങ്ങോട്ട് നടന്നു വന്നപ്പം പരലോകത്തെ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ വടംവലി മത്സരം. അപ്പൊ ഞാൻ പിന്നെ കാലാ വടവും കൊണ്ട് തരുമോ എന്ന് ചോദിച്ചു. പെണ്ണുങ്ങളല്ലേ, കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അലക്കി കൊടുത്ത് തരും, അവർ തരും. പക്ഷെ എനിക്ക് വിശ്വാസമായിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വാസമായിട്ടില്ല. ഇത് കാലനല്ല. ഇവിടെ വിശ്വസിക്കണം, നീ വിശ്വസിക്കുന്നു, സത്യം വിശ്വസിക്കേ. എന്നാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമോ? എന്റെ ഈ ഇടത് കാല് വലത് കാലിലും വലത് കാല് ഇടത് കാലിലും എന്റെ തല ഇങ്ങനെ തിരിച്ച് പുറമോട്ട് ആക്കി തരാമോ? ഞാൻ കാലനാണ്, അല്ലാതെ മജീഷായി മുതുകാടല്ല. അപ്പൊ ഇതിനൊക്കെ വേറെ രീതികളൊക്കെ ഉണ്ട്. ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ? അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഞാൻ ഒരു വെറുതെ ഒന്ന് ഇന്റർവ്യൂ ചോദിക്കണം, അറിയാൻ വേണ്ടി. നിങ്ങളുടെ ഈ പരലോകത്ത് ഭയങ്കര സംഭവങ്ങൾ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ കണ്ടിട്ടുണ്ട്. തീയിലിട്ട് ദോശ ചുടും പോലെ മറിച്ചും തിരിച്ചുവിട്ട് കത്തിക്കും, പിന്നെ വേറെ എന്തൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ നൂൽപ്പാലത്തിലൂടെ ഇങ്ങനെ നടത്തിക്കോ? അവിടെ സിനിമ ഡാൻസ് ഇല്ലടേ. അതല്ലെന്ന്, നൂൽപ്പാലത്തിലൂടെ നടത്തിക്കോ? എന്റെ പൊന്നളിയ, അവിടെ ജംബോ സർക്കസ് അല്ല നമ്മൾ നടത്തുന്നത്. നമ്മൾ ഒരുപാട് വേറെ കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അറിയാമോ? അങ്ങനെയാണ്. അല്ല, ഈ കാലം ഞാൻ വേറെ സംശയം ചോദിച്ചോട്ടെ. ഈ എന്നെ കൊണ്ടുപോയാലേ എണ്ണയിലിട്ട് വറക്കുവോ? എന്റെ പൊന്നളിയ, നീ 50 വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ ഇതേപോലെ സംഭവിച്ചേനെ. ഇപ്പൊ നടക്കൂല. കാരണം 1 കിലോ വെളിച്ചെണ്ണക്ക് 300 രൂപയാണ് കേട്ടോ. അപ്പൊ നിന്നെ ഇത്രയും വലിയൊരു ശരീരം പൊള്ളിക്കണമെങ്കിൽ ഒരുപാട് ക്യാഷ് ആവും. ഗജനാവ് പൈസ ഇല്ല. വേണമെങ്കിൽ നിന്റെ 2 ചാട്ടോ റെഡി ആയിട്ട് പറഞ്ഞു വിടാം. അല്ല, അത് വേണ്ട. എന്റെ പൊന്നു കാല, എന്നെ എങ്ങനെങ്കിലും കൊണ്ടുപോകും. ഞാൻ അവിടെ വന്ന കാലന്റെ പോത്തിനെ കുളിപ്പിക്കും, പോത്തിനെ കാടി കൊടുക്കും, പുല്ല് വെട്ടും, തുണി കഴുകും, പാത്രം കഴുകും, എല്ലാം ചെയ്യും. എന്നെ കൊണ്ടുപോവോ? ഇതൊക്കെ ചെയ്യുന്നോണ്ടാണ് ഞാൻ ഇപ്പോഴും അവിടെ കഞ്ഞി കുടിച്ച് നിൽക്കുന്നത്, അറിയാമോ? നീ വന്ന് അതും കൂടെ എന്നെ തടസ്സപ്പെടുത്താതെ. മിസ്റ്റർ കാലൻ അങ്ങനെ വിളിക്കരുത്, എന്നെ കാലാന്ന് വിളിക്കരുത്. പിന്നെ ഈ യുഗത്തെ എനിക്ക് വേണ്ടി ഞാൻ പേര് സ്വന്തമായിട്ട് മാറ്റിയതുണ്ട്. കെ ലോലൻ, അങ്ങനെ വിളിച്ചാൽ മതി. അങ്ങനെ മതി, അങ്ങനെ മതി. അങ്ങനെ വിളിക്കാം. എനിക്ക് സംശയമുണ്ട്, അത് ചോദിക്കാനുണ്ട്. എന്റെ സമയം ഒന്ന് പറയാമോ? എങ്ങനെ സമയം ഒന്ന് പറയാമോ? എന്റെ നോക്ക് എന്നാ ഗ്ലാമർ. ആ ഗ്ലാസ്, ഷൂസ്, പാന്റ്, ചെരുപ്പ്, കണ്ട സൂപ്പർ സ്റ്റാർ സിനിമാ നടൻ കേട്ടോ. കൈ വാച്ചുണ്ടോ? ഉണ്ടല്ലോ. വാഷിംഗ് മെഷീൻ അല്ലല്ലോ അത്. അല്ലല്ലോ. സമയം വല്ല നോക്കണമെങ്കിൽ അത് അങ്ങ് നോക്കിയാൽ മതി. ഞാൻ ടീച്ചറല്ല, സമയം പഠിപ്പിച്ചുതരാം കേട്ടോ. എനിക്ക് എന്റേതായ തൊഴിലുണ്ട് ഇവിടെ. പിന്നെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ മുഖം. അശ്വതി, അതെ, തിരക്ക് നടക്കിയത് ഞാൻ 3.5 വർഷം. ഈ കൂരെ വന്ന് ആരും കാണാതെ ഇങ്ങനെ കുത്തിരുന്ന കണ്ടുപിടിക്കുന്ന കരുതിയോ? ഞാൻ വരും, ഭൂമിക്കടിയിൽ തുറന്നു ഞാൻ വരും, ഞാൻ കണ്ടുപിടിക്കും. എന്തിന്? വേറൊരു കാര്യം ചോദിക്കട്ടെ, മോള് കല്യാണം കഴിച്ചാണോ? ആണോ? അതെ. ഒരാങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്, കല്യാണം കഴിച്ച സ്ത്രീ ഒരിക്കലും വേറൊരു പുരുഷനെ വിളിക്കരുത്. ഞാൻ ഏത് വേറെ പുരുഷനെ വിളിച്ചേ? നിങ്ങൾ വിളിച്ചു, ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ. നോക്കില്ല. വിളിക്കുന്നത് ഞാൻ കേട്ടെന്ന്. ഞാൻ കാലിനാണ്, എനിക്കെല്ലാം മനസ്സിലാവും. ഞാൻ വിളിച്ചിട്ടില്ലെന്ന്.
പിന്നെ മെനഞ്ഞാന്ന് എന്റെ കാല എന്ന് വിളിച്ചെന്തിനാണ്? അത് ഞാൻ ചേട്ടനോട് ഇങ്ങനെ വെറുതെ സംസാരിച്ചപ്പോ പറഞ്ഞു പോയതാ. നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് ആ. അത് എന്റെ നെഞ്ചത്ത് അവസാനം. നിങ്ങൾ ഭർത്താൻ എന്ത് വിളിച്ചാലും കേൾക്കേണ്ടത് തന്നെയാണ്. ഞാൻ അശ്വത് വിളിക്കുമ്പോൾ ഞാൻ പോട്ടെ അടിക്കും, പെണ്ണുമ്പോൾ ഇങ്ങോട്ട് വലിക്കും. ഇത് അശ്വത് വിളിക്കും, പോട്ടെ ഇങ്ങോട്ട് വിളിക്കും. മനസ്സമാനം തന്നിട്ടില്ല നിങ്ങൾ ഇതുവരെ. കേട്ടോ, മനസ്സമാനം തന്നിട്ടില്ല. വേറൊരു കാര്യം പറയാം, ഈ കാലിനൊക്കെ ആകുമ്പോഴേ ഇച്ചിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട്. അതറിയണമെങ്കിൽ അടുത്ത ജന്മം കാലനായിട്ട് തന്നെ ജനിക്കണം. അതാണ് വേണ്ടത്. ആ മിസ്റ്റർ തോലൻ, ഏ? അല്ല കാലൻ, ഇന്റർവ്യൂ ഇവിടെയാണ് നടക്കുന്നത്. ഇഞ്ഞു വരൂ. Sorry, sir. ഇഞ്ഞു വരൂ. എനിക്ക് ഇയാളെ കണ്ടിട്ട് കാലിനൊന്നും തോന്നില്ല. ഇതേതാ പേക്കോലം? ഇത് ശരിയാവില്ല, ഇങ്ങനെ വിശ്വസിക്കാൻ സത്യം പറ്റില്ല. ഇത് കാലനൊന്നും അല്ല. അതാണ്ട് ഇപ്പൊ തന്നെ ഈ കാലിന് ഇത് മുറിവ് ഞാൻ മരുന്നൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കാലാണ്. തോന്നുന്നു. അല്ല അതെ, ഞാനിങ്ങനെ നിങ്ങളെ പോലെ വേറൊരാളെ പിടിക്കാൻ വന്നായിരുന്നു ഒരു ദിവസം. അപ്പൊ ഇയാൾ ജംഗ്ഷനെ വെച്ച് ഞാൻ കണ്ടു. ജംഗ്ഷൻ ഇയാളുടെ ഒരു ക്യൂ ഇങ്ങനെ നെരിഞ്ഞ് നിൽക്കുക. ഞാൻ പതുക്കെ നീങ്ങി പൊക്കി പാടാവിടെ എന്ന് പറഞ്ഞു തീർന്നത് എനിക്കറിയത്തില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ചടവട കുറെ ആക്ട് കിട്ടി. അതിലൊരു അണ്ണൻ പറയുക, സാധനം വേണമെങ്കിൽ ക്യൂവിന്റെ ബാക്ക് ചെന്നിടാന്ന്. അപ്പൊ അണ്ണൻ എവിടെ പോയി നിന്നത്? ശിവരാജി, അപ്പൊ കയ്യിലിരുന്ന ഗതയോടെ എനിക്കറിയാം അടിക്കെവിടെയോ എന്റെ ഗത ആരോ ചവിട്ടി പൊട്ടിച്ചു. അപ്പൊ ഇല്ലേ? ഗതയില്ലാത്തൊരു ഹതഭാഗ്യനാ ഞാനിപ്പോ. സത്യം സത്യം. എന്റെ പൊന്ന് കാല, എന്നെ ഒന്ന് കൊണ്ടുപോയിത്താ. എന്റെ പൊന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അവിടെയൊക്കെ ആത്മാക്കളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഈ പ്രേതഭൂത പിശാചികളിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്? ഈ പ്രേതം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? അല്ല അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഉണ്ടോ ഇല്ലോ എന്ന് അത് എസ് ഓർണോയിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ആര് പറഞ്ഞു? എന്റെ അമ്മൂമ്മ അപ്പൂപ്പനും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, പ്രേതമുണ്ട് ഭൂതമുണ്ട്, ചത്തുപോയെന്ന് ഒരു പ്രേതമായിട്ട് തിരിച്ചു വരുമെന്ന്. അയ്യേ, അവർക്ക് ഭ്രാന്തടാ, അങ്ങനൊന്നും വിചാരിക്കരുത്. അയ്യേ, നാണക്കേട്. പ്രേതമുണ്ട്. ഞങ്ങൾ രണ്ട് ഉത്സവത്തിന് കഴിഞ്ഞ അമ്പലത്തിലെ ഉത്സവത്തിന് രാത്രി 2 മണിക്ക് ഞങ്ങൾ വരുമ്പോൾ ദാണ്ട വെള്ള സാരി ഉടുത്ത് 2 പല്ലും വെച്ച് ദാണ്ട ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്. പ്രേതത്തിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ അങ്ങോട്ട് കയറിച്ചല്ലേ പോത്തൂല്ല. എന്തെങ്കിലും മിണ്ടി പറഞ്ഞോണ്ട് പോവാനില്ല. ഉള്ള കഥ പൊട്ടി. ആ അറ്റാക്ക് ചെയ്യുന്ന ഫൈറ്റാൻ പോലും ഒന്നുമില്ല. പേടിപ്പിക്കാതെ പോ. വേറെ കാര്യങ്ങളൊക്കെ പറ. എന്നാലും നിങ്ങൾ ഭയങ്കര ദുഷ്ടനാണ് കേട്ടോ. ഈ ശരീരം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ദിവസവും റോഡ് അപകടങ്ങൾ കാരണം എത്ര പേര് മരിക്കുന്നു. കഷ്ടമാണ് കേട്ടോ. അതെന്റെ കുറ്റമല്ല. പിന്നെ എന്റെ പൊന്നളി, അതെന്റെ കുറ്റമല്ല. പിന്നെ ഞങ്ങളെ കുറ്റോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ബാറ് പൂട്ടി, മനസ്സമാധാനം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ബാറ് പൂട്ടി. പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, ഡൂക്ക്. എനിക്കറിയത്തില്ല. ഈ ബൈക്കിനകത്ത് കൊച്ചു പയ്യന്മാര് ചീറിപ്പായുന്ന കാരണവന്മാര് ഇങ്ങനെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഉടനെ ബാർ തുറന്നു. ഞാനാണ് ഉത്തരവാദി? അല്ല, ബാർ ഇല്ലാത്ത പിത്രമാണ്. ബാർ ഉണ്ടാവും, പിന്നെ അപകടം ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അത് ശരിയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഡ്രൈവർമാർ ഉറക്കമൊളിഞ്ഞ് വണ്ടി ഓടിക്കരുത്. പിന്നെ ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കണം. അങ്ങനെ കളിയാക്കാടാ നീ. നിന്റെ കളിപ്പുള്ളടാ ഞാൻ. എടാ, ഞാൻ വലിയൊരു കാലം കേട്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ആയുശ്വര്യ ചത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ വാ പറഞ്ഞ നിന്റെ അന്ത്യം. നീ മിണ്ടരുത്. അല്ല, വേറെ സംശയം. നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുകയാണല്ലോ, കേരളത്തിൽ തിരുവനന്തപുരത്ത് നിൽക്കുകയാണല്ലോ. ഈ അപ്പോഴും ഈ സമയത്ത് അറബി നാട്ടിലൊക്കെ ഇത് ഈ ജീവൻ എടുക്കാൻ വേണ്ടി അതാരാണ് പോണത്? അത് കുഞ്ഞമ്മയുടെ മോൻ പൊക്കും. അപ്പം കാലം എന്ത് പോവാത്തത്? പാസ്പോർട്ട് ഇല്ല. എന്റെ പൊന്ന് കാല, എന്നെ ഒന്ന് കൊണ്ടുപോയി താ എങ്ങനെങ്കിലും. എടാ, അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. നിന്നെ കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. പിന്നെ ഈ പുത്തം വീട്ടിൽ ഗംഗാധരൻ ആരാണ്? എങ്ങോട്ടെങ്കിലും ഒന്ന് ചൂണ്ടേ. അതന്നെ. നിന്നെ കൊണ്ടുപോവാനാണ് ഞാൻ വന്നത്. എന്തിന്? നിന്റെ പരലോകത്തുള്ള അച്ഛന് നിന്നെ ഒന്ന് കാണണമെന്ന്. കളവൻ ജീവിച്ചിരുന്നപ്പോ ഒരു നോക്ക് കാണാൻ വരാത്ത കളവനാണ്. അവിടെ ചെന്നിരുന്നോണ്ട് എന്നെ കാണണമെന്ന്. അതെ അല്ല, എനിക്കിപ്പം പറ്റൂല. എന്തെന്നറിയാം, എനിക്ക് കണ്ട വയറൊക്കെ ചാടി കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വന്ന് ഞാൻ വന്നാൽ ശരിയാവില്ല. സെയിം പിച്ചിൽ ഒരു തെരിപ്പുണ്ട്, അവനെ കൊണ്ടൊക്കെ ഞാൻ വന്നാൽ കൊള്ളൂല. അതുകൊണ്ടാണ്. എന്റെ മോളെ കെട്ടിച്ചേരാനല്ല നിന്നെ കൊണ്ടുപോകണത്. ഇതിന് കുറെ സമയമുണ്ട്. ആ സമയത്ത് നിന്നെ കൊണ്ടുപോയേ പറ്റൂ. അന്ന് പറ്റത്തില്ല, കൊണ്ടുപോയേ പറ്റുള്ളൂ. എന്റെ കാല, ഞാനൊരു ചെറിയ ഐഡിയ പറയട്ടെ. നീ ചെറുതേ പറയാവുള്ളൂ. ഈ ശരീരത്തിന് പറ്റുന്നതേ പറയും. പറ. ഈ അണ്ണന്റെ ഈ അണ്ണന്റെ ആധാർ കാർഡും എന്റെ ആധാർ കാർഡും എടുത്തിട്ട് രണ്ടുപേരുടെ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒട്ടിച്ച് എന്നെ കൊണ്ടുപോകാൻ പറ്റും. ബെസ്റ്റ് ഐഡിയ. ഗത പൊട്ടിയെന്നേ ഉള്ളൂ. വേറെ വാടക ഞാൻ തലവണ്ട അറിഞ്ഞു. എന്നാ വേണ്ട, വിട്ടേര്, അത് വിട്ടേര്.
അല്ല അല്ല ഒരു കാര്യമുണ്ട്, എന്നെ കൊണ്ടുപോകുന്ന ഉറപ്പാണ്. ഉറപ്പാ. എന്നെ കൊണ്ടുപോകുന്ന ഉറപ്പാണ്. ഇല്ല, സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ അണ്ണനെ കൊണ്ടോ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇവിടെ ജീവനോട് ഉള്ളിടത്തോളം കാലം എന്റെ അണ്ണനെ കൊണ്ടോ ഞാൻ സമ്മതിക്കത്തില്ല. അതാണ് കൊള്ളാം. കണ്ടാടാ ഒരു സുഹൃത്തിന്റെ സ്നേഹം കണ്ടാടാ. കേട്ടാ, നീ ചത്താലും അവനെ കൊന്നിട്ടാ ഞാൻ അവിടെ കൊണ്ടുപോകണമെന്ന്. ഇത്രയും സ്നേഹമുള്ള സുഹൃത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഭൂലോകത്ത്, അറിയോ? സുഹൃത്തായതുകൊണ്ടൊന്നും അല്ല, എനിക്ക് പുള്ളിക്കാരൻ 1000 രൂപ തരാനുണ്ട്. അത് മേടിച്ച് തന്നിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയോ പൊരിച്ച് തിന്നുകയോ വറുത്തടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. അറിഞ്ഞു കൊല്ലടാ അവനെ, കൊല്ലടാ അവനെ. അല്ല എന്നെ കൊണ്ടുപോകാതെ അവനെ ഒന്ന് കൊണ്ടാക്കുന്നു കേട്ടാ. നീ പറഞ്ഞു വിടാ. എന്റെ പൊന്നു കാല, വേറെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ കാലന്റെ പോത്തില്ലേ, അതിന്റെ പുറകെ നമുക്ക് 3 ട്രിപ്പിൾസ് അടിക്കാൻ പോയാലോ? എന്നിട്ടോ എനിക്ക് പെറ്റി അടിച്ച് കിട്ടാൻ. ആ പെറ്റി നേരെ യമലോകത്ത് വരും. ആ കാലമാണ് ഇപ്പൊ. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്നെ വെറുതെ ശുണ്ടി പിടിപ്പിക്കരുത്. കാലിനാണ് നോക്കത്തില്ല, കാല വരെ നല്ലടിച്ച് കൊന്നുകളയും ഞാൻ. ഈ വരയ്ക്ക് ഇപ്പുറം കയറിയാ. അല്ല നിങ്ങളല്ല കൊല്ലുന്ന, ഞാനാണ് കൊല്ലുന്നത്. നിങ്ങൾ പേടിക്കണം. ഞാൻ പേടിക്കത്തില്ല. മര്യാദക്ക് എന്നെ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ കാല മര്യാദ നട്ടടിക്കും. ഈ വരയ്ക്ക് ഇപ്പുറം കയറിയാണല്ലോ കൊന്നുകളയും ഞാൻ. നീ ഒരു കാര്യം കൊല്ലല്ലേ. ഇല്ല, ബാ എനിക്ക് ബാ പറയാം. ഞാൻ അങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വാ. അല്ല മോനെ, നിനക്ക് ഇപ്പൊ തന്നെ പരലോകത്ത് പോണം എന്നെന്താ വാശി? ഈ ലോകത്ത് ജീവിച്ച് ഞാൻ മടുത്തു. എന്റെ പെണ്ണും പിള്ളയുടെ അസഹിഷ്ണുത കൊണ്ട് ഞാൻ മടുത്ത്. എനിക്ക് ഈ ഭൂമിയിലെ ജീവിതം മടുത്ത്. എനിക്ക് പരലോകത്ത് പോയി ജീവിച്ചാൽ മതി. എന്നെ കൊണ്ടുപോകണം. എവിടെയോ പട്ടി പെറ്റി കിടന്ന് മോങ്ങുന്നെന്ന് തോന്നുന്നു. ഈ പട്ടിയായിരുന്നു. എന്തിന് കരയണേന്ത്? കാര്യം പറ, എന്ത് കരയണേന്ത്? എടാ, നിങ്ങള് പെണ്ണും പിള്ളായിട്ട് കെറിവിച്ച് ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്ക് പരലോകത്തെങ്കിലും ചെല്ലാം. കാലനായ ഞാൻ എന്റെ പെണ്ണുമ്പിളെ വിട്ട് ഏത് ലോകത്ത് പോകൂടാ? ഒപ്പം കാലനും സെയിം പിച്ച്. അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ലായിരുന്നു. ഇമാതിരി ഒരു കാലന് പറ്റിയ കുറച്ച് നാട്ടുകാരും. അടിപൊളി സ്കിറ്റായിരുന്നു. ചിരിച്ചെന്ന് പറഞ്ഞാൽ ചിരിച്ച് 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 ഇടപാട് തീർന്നു. ഈ കാലം വന്നപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് ക്ലീശയാവുന്നു. കാരണം നമ്മൾ പലതരത്തിലുള്ള കാലന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു 1.5 കാലം ഭയങ്കര വെറൈറ്റി കാലമായിരുന്നു. അടിപൊളി. ചേട്ടാ, ഇതിപ്പോൾ എന്താ പറയണത് നമുക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. അത് ഈ സ്കിറ്റ് മൊത്തം ചിരിക്കാനേ ഉള്ളായിരുന്നു. ചിരിച്ച് കുഴഞ്ഞു. മാത്രമല്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല, നിങ്ങൾ നല്ല അടുക്കും ചിട്ടായിട്ടാണ് ഈ സ്കിറ്റ് ചെയ്തത്. ആരും മോശമല്ല. ഒരു ക്ലാഷ് പോലും ഒരു ഡയലോഗിന് പോലും ആർക്കും സംഭവിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് തന്ന് മനസ്സിലാക്കി ചിരിപ്പിച്ച് ഊപ്പാട് വരുത്തിച്ചേക്കണം നിങ്ങൾ. പിന്നെ നമ്മുടെ മധുവിൻ്റെ കാര്യം, മധു എന്ത് വരുന്നു മധു, പൊന്നോ, എങ്ങനെ വാക്കുകളില്ല പറയാനായിട്ട് മധുവിൻ്റെ പെർഫോമൻസ് പറയാൻ. പിന്നെ ജയചന്ദ്രൻ ആ മധു വരുന്ന തൊട്ട് മുമ്പ് വരെ ജയചന്ദ്രനും സന്തോഷും സുരേഷും കൂടെ വെച്ച് കലക്കുകയായിരുന്നു. അത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഒരു ശകല ഗ്യാപ്പ് നമുക്കില്ലായിരുന്നു. നല്ല കട്ട 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 എന്ന് പറഞ്ഞു പോയി. നല്ല ഉഗ്ര സ്കിറ്റ്, അടിപൊളി സ്കിറ്റ്. നീറ്റ് ആൻഡ് ക്ലീൻ സ്കിറ്റാണത്. കാരണം സിനിമകളിലും ഭാവനകളിലും കണ്ടിരിക്കുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൊമ്പൊക്കെ വെച്ച് വളരെ ഹജാന ഭാഗമായിട്ടുള്ള പപ്പൻ, പ്രിയപ്പെട്ട പപ്പനിലൊക്കെ തിലകൻ ചേട്ടൻ ആ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലത്തെ ഒരു മനസ്സോടാണ് ഇരുന്ന ജനങ്ങളുടെ മനസ്സിൽ ആ വരുന്നുണ്ട്, ചിലപ്പോൾ പോത്തിനൊക്കെ അവിടെ കെട്ടിയിട്ട് വരികയായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ കാലനാണ് വന്നതെന്നുള്ളത് കണ്ടപ്പോൾ തന്നെ, കാരണം വേഷഭൂഷാദികളിൽ വേറെ ഒന്നുമില്ല, ഓർണമെന്റ്സ് ഒന്നുമില്ല, കിരീടമില്ല. ഇതെല്ലാം എവിടെ കളഞ്ഞു പോയെന്നുള്ളതിന് മൊത്തം കൗണ്ടറായിരുന്നു. എവിടെ നഷ്ടപ്പെട്ടെന്നുള്ളതിന്റെ ബീവറേന്റെ ക്യൂവിൽ പോയി തോന്നുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. അവിടെ നിന്ന് അടികിട്ടി ആകെ നാശഭൂഷമായിട്ട് വന്ന് ക്ലൈമാക്സ് സൂപ്പർ. ക്ലൈമാക്സ് സൂപ്പർ, ഇതിന്റെ അപ്പുറത്തേക്കില്ല. ഓക്കെ, സൂപ്പർ ആയിട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടെ ആയിട്ട് കാര്യം ചോദിക്കണ്ടേ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഭാര്യമാരെ കൊണ്ട് ഇത്ര ശല്യമാണോ? അത് എത്ര ഭംഗിയായിട്ട് അവിടെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഓരോ സ്കിറ്റിലും. അല്ല, ചില സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ വരൂലേ? അങ്ങനൊന്നും തോന്നുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ധാരണ. എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ശല്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, തിരിച്ച് ഭർത്താക്കന്മാര് ശല്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതിടയ്ക്ക് തോന്നാറുണ്ട്. ഓക്കെ, നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ സ്കിറ്റ്? നിങ്ങൾ എൻജോയ് ചെയ്തോ? അടിപൊളി സ്കിറ്റ് ആയിരുന്നു അല്ലേ? നല്ല ഉഷാറായിട്ട് കൈയടിക്കോ?
അപ്പൊ ഇന്നത്തെ ഈ മികച്ച പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത് എന്നിവിടെ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം. ഓഡിയൻസ് എത്ര സ്റ്റാർസ്? 4 സ്റ്റാർസ് ആണ് ഈ ടീമിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ ഒപ്പം കിട്ടുന്നു. പാലക്കാട് ജ്വല്ലേഴ്സ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന. ഇവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി നെൽസൺ ചേട്ടനെയും മാർട്ടിൻ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോമഡി മസാലയുടെ ഈ ഫ്ലോറിലേക്ക് അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി എത്തുന്നു നിങ്ങൾക്കെല്ലാം സുപരിചിതനായ കലാകാരൻ അസിൻ ഷാ. ഇതിപ്പോ ക്യാരക്ടറായിട്ട് വന്നതാണോ അതോ ഇനി പെർഫോമൻസിന് വന്നതാണോ എന്ന് ആകെ ഒരു കൺഫ്യൂഷൻ. ഈ കണ്ണാടി മാത്രമാണ് ഒരു വ്യത്യാസം. അല്ല, നമ്മുടെ ഇപ്പം എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫ്ലോർ അല്ലേ, അപ്പൊ ഞാൻ ആമുഖത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, ആമുഖത്തിന്റെ ആവശ്യമില്ല. അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണം. ഓക്കെ, ശരി. ആദ്യമായിട്ട് നമ്മുടെ ബാഹുബലി എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെ നായകനേക്കാളും ഏറെ ഇഷ്ടപ്പെട്ടത് അതിലെ ഫസ്റ്റ് പാർട്ടിൽ വില്ലൻ കഥാപാത്രം ചെയ്ത കാലകേയൻ എന്ന ആ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ശബ്ദമാണ് ആ സിനിമയിലെ ശബ്ദമാണ്. പക്ഷെ അത് ഏത് ഭാഷയാണ്, ഏത് അർത്ഥമൊന്നും എന്റെ ചോദിക്കില്ല, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ബാഹുബലിയിലെ വില്ലൻ കാലകേയൻ. Nimda Dosra stelmi Hasta bushkrakinum mumla Muhinu sukun Lohakue Minu pista Minu misra Shukue Min mate Choho Sahasrama magishmadim Mkinum Min mate Choho Shok namada Sikude Rachu Ar പൊളിച്ച് അടിപൊളി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സിദ്ദിഖ് ലാലിലെ ലാൽ. അദ്ദേഹം ഇന്ന് ഈ കോമഡി മസാല വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണയായി എന്തായിരിക്കും പറയുന്നത് നോക്കാം. സിദ്ദിഖ് ലാലിലെ ലാൽ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. സുന്ദരനും സുമുഖനുമായ നെൽസൺ, അതുപോലെ തന്നെ മമിക്രി വേദിയിലെ അഗ്രഗണ്യനായ ഹർശ്രീ മാർട്ടിൻ, അതുപോലെ തന്നെ സുന്ദരി ആയ അശ്വതി, അതുപോലെ സുന്ദരന്മാരും സുന്ദരികളുമായ ഈ അമൃത ചാനലിൻ്റെ കോമഡി മസാലയിലെ പ്രിയ സുഹൃത്തുക്കൾ, എന്തായാലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ ഞാനൊരു വേദിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് ഒരു പാട്ടോ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ഡയലോഗോ പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഹണീബിൽ പാടിയ ഒരു പാട്ട് പാടാം. മനസ്സിൽ കുഴക്കണ പെണ്ണ് ഷഹനായി പാടുന്ന കണ്ണ് കബലപെറുക്കണ്ണു കൂടെ സാരംഗി പാടുന്ന പൊന്നെ. നീ കൊടുക്കുന്ന ഗ്ലാമറാടാ പൊന്നെ. താങ്ക് യു വെരി മച്ച്. അടിപൊളി അടിപൊളി. അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രമല്ല, അദ്ദേഹം പാടിയ പാട്ടും അതേ ശബ്ദത്തിൽ പാടി കളഞ്ഞു. അടിപൊളി. നമ്മുടെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും എല്ലാ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന നടനാണ് പ്രകാശ് രാജ്. അദ്ദേഹത്തിന്റെ പോക്രി എന്ന സിനിമയിലെ സംഭാഷണം അദ്ദേഹത്തെ വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 1-2 തെലുങ്ക് സിനിമകൾ എനിക്ക് മലയാളത്തിലേക്ക് ഡബ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോമഡി മസാലയിൽ ഈ ഒരു സംഭവം ചെയ്യാൻ സാധിച്ചൊരു സന്തോഷം. അപ്പോൾ പ്രകാശ് രാജ്, പോക്രി എന്ന സിനിമയിലെ സംഭാഷണം പ്രകാശ് രാജ്. என்ன பண்ணுவேன்? என்ன கோர்ட்டு கொண்டு நிக்க வைப்பேன். அன்னைக்கு நான் சொல்லுவோம் தெரியுமா, நானும் அமிதாப் பச்சனும் க்ளோஸ் ஃப்ரெண்ட் சொல்லுவேன். எவனுக்கு நான் ஒரு இந்த வீடியோ இருக்கு, உங்களை சூப்பர் ஸ்டார் ரஜினிகாந்த் நான் பிசினஸ் பார்ட்னர் சொல்லுவேன். எவனுக்கு நான் ஒன்று கட்டுப்படுத்தவர்களே, தூங்காது தம்பி தூங்காது சொல்ல ஐ லவ் യു. ഇതിനപ്പുറത്ത് ഒരു പ്രകാശ് രാജ് ഇല്ല അല്ലേ? പെർഫെക്റ്റ്. ചുമ്മാ അതല്ല, പ്രകാശ് രാജിന് വേണ്ടി മലയാളത്തിൽ സിനിമയ്ക്ക് ഡബ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഒരിക്കൽ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒരു സമയത്ത് ഹീറോ ആയിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും സകലകലാവല്ലഭനായ ശ്രീ കമലഹാസൻ, അദ്ദേഹത്തിന്റെ മോഹൻലാലുമായി അഭിനയിച്ച ഉന്നൈ പോൽ ഒരുവൻ എന്ന സിനിമയിലെ സംഭാഷണം ശ്രീ കമൽഹാസൻ. நான் சொல்றது கேவலமா எடுத்திருக்காங்க. இந்த சீட்டிலாம் 5 இடத்தில் பொம்பு வச்சிருக்கே, கண்டிப்பா 1 மணி நேரம் அது வெடிக்கும். இதெல்லாம் ஒரு சுபனம் செய்ய முடியுமா மிஸ்டர் மாறார்? താങ്ക് യു. അവസാനമായിട്ട് അന്യൻ എന്ന സിനിമ നമ്മൾ കണ്ടു. അന്യൻ സിനിമയിൽ
ക്ലൈമാക്സ് സീനിൽ പ്രകാശ് രാജും വിക്രമും തമ്മിൽ ഒരു കോമ്പിനേഷൻ സീനുണ്ട്, പോലീസ് സ്റ്റേഷനിലെ ക്ലൈമാക്സ് സീൻ. ഇവിടെ 3 കഥാപാത്രങ്ങളാണ്. ഒന്ന് അമ്പി, അന്യൻ, പോലീസ് ഓഫീസറായ പ്രകാശ് രാജ്. தெரியுமா விசால கட்டகம் சூஜால குத்ர தெரியுமா வத்திர கட்டகம் முள்ளல் அடிப்பே என்ன சரி நான் என்ன பண்றேன் நீ ஒண்ணு பண்ண வேண்டாம் எல்லாம் நானே பண்ணி காட்டுறேன் பாடி கம்பனாட்டி ஏண்டா முழப்புற ஏண்டா நான் செஞ்ச கொலைக்கு அம்பியை சித்திரவதை பண்றேன் யாரு சார் அவர் இப்படி பொடி அடிச்சு சார் மூக்கு ரெத்தவரே சார் நடிக்காத நானே பெரிய நடிகர் நீ கேட்க நடிக்காத உன்னை சுட்டு கொன்னுடுவேன் தைரியம் இருந்தா என்ன சுட மாட்டேன் என்ன சொல்றா பெருமல் சத்தியம் அந்த 5 கொலை நான் தப்பு பண்ணவில்லை பண்ணது நான் தான் ஐயோ சார் பயமர் சார் விளைவிட்டு டேய் அம்பு விளைவிட்டுறாடா ஏடாடா நான் பாத்திரக்கா சிவாஜி பாத்திரக்கா அதே பாத்திரக்கா கமல்லாம் பாத்திரக்கா நம்மளால பார்த்ததா இல்லடா சர்வ தர்மா முடிச்சிச்ச மாமேகம் சர்வம் பிரஜா ஆந்திராக் சர்வ பிராபீத்தியம் முக்திக்ஷாமி மோக்ஷசா இது சர்ம ஸ்லோகம் சாகிறதுக்கு முன்னாடி கேட்குறத கடைசி ஸ்லோகம் சொல்லா ஐ லவ் யூ കൈയടിക്കാൻ പോലും മറന്നിരിക്കാൻ ഇത്ര സമയം. സീരിയസ്ലി സൂപ്പർ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. എന്തേലും പറയാനുണ്ടോ ഇനി? ഇതിനൊക്കെ നമ്മൾ, എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രി ഞാൻ വളരെ പിന്നിലാണ്. എനിക്ക് യോഗ്യതയില്ല ഇതിനൊന്നും അഭിപ്രായം പറയാനായിട്ട്. സത്യം അത്രയ്ക്ക് ഗംഭീരമായി. നമ്മൾ വിക്രം സാർ 2 പേരെയാണ് ആ സമയത്ത്, ഇത് 3 പേരെ ഒരുമിച്ച് നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയാനാണ്? അസിം ഷാ അണ്ണ കലക്കി അടാറാണ്, അടാറ്. ഇത്ര പെട്ടെന്ന് ന്യൂ ജനറേഷൻ ആയാ? അതല്ല, ഈ പറഞ്ഞ നെൽസൺ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സ്റ്റാർസുകളൊക്കെ ഇത്രയും നല്ല കൃത്യമായിട്ട് അതേ ടോണിൽ തന്നെ അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റാണ്. അത് കലാകാരനെ ഞാൻ നമിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓഡിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പെർഫോമൻസ് അല്ലേ? അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും വണക്കം. താങ്ക് യു. ഒരു ബഹുമാനമില്ലല്ലേ? ഒരു പുരുഷൻ വന്നാൽ ഒന്ന് എഴുന്നേറ്റ് തരാനുള്ള സാമാന്യ മര്യാദയില്ലല്ലേ? എഴുന്നേക്ക. അയ്യോ എന്റെ കണ്ണ് കുരുങ്ങിപ്പോയി. ഹലോ എന്റെ കണ്ണ് കുരുങ്ങി. കണ്ണ് കുരുങ്ങിയ ആവശ്യമില്ലാതെ കണ്ടിട്ട് തള്ളിച്ചിട്ടില്ലേ അങ്ങനെ പറ്റിയത്? അത് ഗുണ്ടകളുടെ സൈലടാ, മിണ്ടായിടാ. കരുതല പറയുന്നതാ. അല്ല വേണ്ട, സ്ത്രീകളോട് പരാക്രമം പാടില്ലെന്നാണ് കുറ്റിവട്ടം സജീവിന്റെ തീരുമാനം. ആരാണ് കുറ്റിവട്ടൻ സജീവൻ? ആരാണ്? പിന്നെ ഇങ്ങനെ തള്ളുന്നത് അതല്ലേ വിഷയമായി പോകുന്നു. ഞാൻ കണ്ണ് തള്ളുകയും അകത്തിടുകയും ചെയ്യും. അത് കുരുങ്ങുകയായിരിക്കുകയും ചെയ്യും. കുറ്റിവട്ടം സജീവൻ ഞാനാണ്. പേരെടുത്ത ഗുണ്ട, പ്രശസ്തനായ ഗുണ്ട, അറിയാമോ? അവിടെ പോയിരിക്കും. അതെ, ഈ കണ്ട ഗുണ്ടകൾക്ക് ഇവിടെ നിരങ്ങാനുള്ള സ്ഥലമല്ല, മനസ്സിലായ? പിന്നെ ഇവിടുന്ന് പോണം. വേറെ പിള്ളേർക്ക് ഒരുപാട് പരിപാടി. കലാകാരന്മാർക്കുള്ള പ്ലേസ് ആണിത്, കലാകാരന്മാർക്കുള്ള സ്ഥലമാണിത് ഈ ഫ്ലോറ്. ഗുണ്ടകൾ കലാകാരന്മാരിൽ നിന്ന് ആരാണ് പറഞ്ഞത്? നീ ഗുണ്ടാറ്റ് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഈ ഗുണ്ടകൾ പോലീസുകാർ പിടിക്കാൻ വരുമ്പോൾ അവരുടെ മുന്നിൽ കിടന്ന് നടത്തുന്ന ആക്ടിംഗ് ആണ് ഗുണ്ടാറ്റ്. അതെന്താണ്, അഭിനയമല്ലേ? അല്ലേ? ആണോ? ഇവിടെ എന്തായാലും ഇവിടെ നടക്കാനുള്ളത്? ഇവിടെ സ്പെഷ്യൽ പെർഫോമൻസിന്റെ അതൊന്നും വേണ്ട. അല്ല, അത് വേണം. അത് വേണ്ട. വേണോന്ന് സജീവ് തീരുമാനിക്കും. പിന്നെ ഇതെന്താണ് ഇങ്ങനെ? നിങ്ങൾ കണ്ണ് കോങ്ങണിടാതെ സംസാരിക്കാം. മിണ്ടായിരടാ, ഞാനത് തിരിക്കോ മറിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. എടാ അതൊന്നും വേണ്ട. സ്പെഷ്യൽ പെർഫോമൻസ് ഒന്നും വേണ്ട. സ്പെഷ്യൽ വേണ്ട. സ്പെഷ്യൽ ഊണ് ഇവിടെ വേണ്ട. സാധാ ഊണ് മതി. സ്പെഷ്യൽ വേണ്ട. പിന്നെ ഞാൻ പറയും സാധാ പരിപാടി മതി. എന്താ പരിപാടി? കിറ്റോ? ഓണക്കിറ്റാണോ അതോ മലക്കറി കിറ്റാണോ? നീന്ന് മേടിച്ച നീന്ന് പോത്തുള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ. ഓണക്കിറ്റല്ല, സാമ്പാർ കിറ്റും അല്ല, ഹാസ്യ രൂപകമില്ലേ കിറ്റ് കാണീര്. സ്കിറ്റ് കാണീര്. കിറ്റട. എന്നിട്ടേ
ഈ പിള്ളേർ കിറ്റ് കാണിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൊണ്ട് ഈ ചുമ്മാ ഈ ചൊറിയൻ അഭിപ്രായം ഉണ്ടല്ലോ അതൊന്നും വേണ്ട. വേണ്ട, അത് വേണ്ട. ഞാൻ പറഞ്ഞോളാം, അഭിപ്രായം ഞാൻ പറഞ്ഞോളാം കേട്ടോ. എന്റെ മുമ്പിലെങ്ങാണ് അമ്മമാര് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കാണിച്ചു ഞാൻ അമ്മരെ വലിച്ചു കീറിക്കളയും. കുറ്റിവട്ടം സജീവ പറയുന്നത്, കുറ്റിവട്ടം സജീവ് വലിച്ചു കീറി ഞാൻ ഭിത്തിയിട്ടേക്കും. ചേട്ടാ മുഖത്ത് എന്താ ഇരിക്കണേ? വണ്ടാണോ? എവിടെ? ഒരു വണ്ട്. അത് വണ്ടല്ലത്, പിന്നെന്തത്? ഇത് പാലോട് ഉണ്ണി. പാലുണ്ണി. ആ പാലുണ്ണി. ഇത്ര വലിയ വാലുണ്ണിയോ? അതെ, ഈ ഞങ്ങളുടെ നാട്ടിൽ മുഴുവനും ഗുണ്ടകളാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഗുണ്ടകളാണ്. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിയാൻ വേണ്ടി അവൾ ഒട്ടിച്ചു വെച്ചേക്കുന്നതാണ് ഇത്. ഭർത്താവിനെ അറിയാൻ ഉണ്ണി ഒട്ടിക്കണം അല്ലേ? ആ, ഉണ്ണി ഒട്ടിക്കണം. നല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് സത്യത്തിൽ ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ ഞാൻ ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. സ്പെഷ്യൽ പെർഫോമൻസ് അത് വേണ്ടെന്ന് പറഞ്ഞല്ല. അല്ല, അത് വേണം. വേണോ? അല്ല, ഈ സ്പെഷ്യൽ പെർഫോമൻസ് ഇന്നത്തെ ഞാൻ ചെയ്തു. അത് വേണ്ട. ശരിയാവില്ല. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സത്യത്തിൽ നിങ്ങൾ പേടിച്ചു പോയോ? അല്ല, പിന്നെ പേടിപ്പിച്ചാ പേടിക്കത്തില്ലേ? ഞാൻ പേടിപ്പിക്കാൻ വന്നല്ല. സത്യത്തിൽ ഞാൻ ഒരു ചാൻസ് ചോദിച്ചു വന്നാണ്. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര ഞങ്ങളെ പേടിപ്പിക്കാൻ ചെയ്ത് ഇത്ര ഞങ്ങൾ ആക്ഷേപം പറഞ്ഞ സ്ഥിതിക്ക് നെൽസൺ മോനെ. ആ മോൻ ഇപ്പൊ മോനായത്. മുമ്പേക്ക് മോനൊന്നും അല്ലല്ലോ വിളിച്ചത്. അല്ലല്ല, അത് ഞാൻ ചുമ്മാതെ ഒന്ന് നെൽസൺ മോൻ അങ്ങനെ ഇവിടെ വേണ്ട. നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഒന്നും പറഞ്ഞു ഇല്ലല്ല. കുട്ടി എനിക്ക് പുരുഷന്മാരോട് ബഹുമാനം ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് അത് ഞാൻ അന്നേരം എന്തെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് കാണണം. വേണ്ട വേണ്ട. എന്റെ ഒരു പാട്ട് കേക്ക് നിങ്ങൾ. കാണട്ടെ എങ്ങനെ നോക്കട്ടെ. പാട്ട് പാടുവോ? പാട്ടാണാ? ആ പാട്ട് ഇത് എന്റെ മോൻ എഴുതിയ പാട്ടാണ്. ശരി ശരി. ഞാൻ ട്യൂൺ ചെയ്തേക്കുന്നു. എന്റെ മോൻ എഴുതി ഞാൻ ട്യൂൺ ചെയ്ത. അശ്വതി വരൂ. ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് വിളിക്കണ്ടേ? പേടിയായിരിക്കും. സ്പെഷ്യൽ പെർഫോം ചെയ്യുന്ന ആളെ വിളിക്കണ്ടേ? ഇതൊക്കെ അറിയാം കേട്ടോ. ഞാനേ എന്റെ പേര് കുറ്റിവട്ടം സജീവ്. കുറ്റിവട്ടം സജീവ്. ഓക്കെ. അപ്പൊ അവിടുന്ന് വന്നാ മതിയോ? അവിടെ വന്നാൽ മതി. ഞാൻ കാണുന്നതാണ്. അടുത്തതായി ഒരു സ്പെഷ്യൽ പെർഫോമൻസിനായി വേദിയിലേക്ക് എത്തുന്നു. എന്ത് വട്ടമായിരുന്നു? കുറ്റിവട്ടം. ആരാണ്ട്? പ്രശസ്ത ഗുണ്ട കുറ്റിവട്ടം സജീവ്. പേര് വിളിച്ചു കഴിഞ്ഞാൽ മട്ട് മാറുവാണോ? പ്രിയമുള്ളവരെ, എൻ്റെ മകൻ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത ഒരു ഗാനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണം. തത്തേ തത്തേ തുഞ്ഞു തത്തേ, എങ്ങനെ കിട്ടി ഈ പച്ച നിറം? പുഞ്ചപ്പാടത്ത് നെല്ലു കൊറിക്കാൻ കിട്ടിയതാണീ പച്ച നിറം. തത്തേ തത്തേ തുഞ്ഞു തത്തേ, എങ്ങനെ കിട്ടി ഈ പച്ച നിറം? നെല്ലു കൊറിക്കാൻ പോയപ്പോൾ കിട്ടിയതാണീ പച്ച നിറം. Wonderful! What a marvelous, fabulous performance! കേറ്റി പറയാനൊന്നും പറ്റില്ല. ഇത് ഇവിടെ ശരിയാവത്തില്ല. കാരണം ലെങ്ത് ഇല്ല, ഡ്യൂറേഷൻ ഇല്ല. നമുക്ക് ലെങ്ത് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യണം. നിങ്ങൾ പോയിട്ട് അങ്ങനെ കുറച്ച് നീളം വേണം. നീളം ഉള്ള എന്തെങ്കിലും ആയിട്ട് വാ. ഇതിപ്പോ തുടങ്ങി തീർന്നു പോയി. ഞാനൊരു നാടോടി നൃത്തം കളിച്ചാലോ? നാടോടി നൃത്തം നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ ചെയ്യാം. പറ്റുമോ? പറ്റും. നോക്കട്ടെ. അവിടെ പോയിട്ട് എന്നെ വിളിച്ചിട്ട് അവിടെ പോയിരുന്നു. ഓക്കെ. അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് ഇതിലും മനോഹരമായ ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി വീണ്ടും എത്തുന്നു. എന്ത് സജീവന? കുറ്റിക്കാട്ടം സജീവ്. കുറ്റിവട്ടം സജീവ്. ഓക്കെ, കുറ്റിവട്ടം സജീവ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്താ പിന്നെ? അപ്പൊ കുഴപ്പമില്ല. പ്രശ്നമുണ്ടോ? അല്ല ചോദിച്ചാ പ്രായം പറയിക്ക്.
ആ ഓക്കെ, നമ്മുടെ കുറ്റിക്കാട്ടിൽ സജീവിന്റെ ഈ മനോഹരമായ പെർഫോമൻസിനെ കുറിച്ച് എന്താണ് നെൽസൺ ചേട്ടനും മാർട്ടിൻ ചേട്ടനും പറയാനുള്ളത്? പിന്നെ എത്ര സ്റ്റാർ തരുമെന്ന് ചോദിക്കും. മിക്കവാറും ഇന്ന് എല്ലാ സ്റ്റാറും നിങ്ങൾ തന്നെ കൊണ്ടുപോകുന്ന ലക്ഷണമുണ്ട്. പറയൂ. എന്താ പേരെന്ന് പറഞ്ഞേ? കുറ്റിവട്ട സജീവ്. കുറ്റിവട്ട സജീവ്. വിളഞ്ഞ് മുറ്റിയല്ലിടൂ താൻ. താൻ എന്തായി കാണിച്ചത്? നാടോടി നൃത്തം. തൻ്റെ ശരീരത്തിന് പറ്റിയ ഒരു 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 സംഭവമാണോ നിങ്ങൾ കാണിച്ചത്? വയറ് ചാടി തന്റെ കുഴപ്പം. ഇയാൾക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട് തനിക്ക്? താനൊന്ന് ആലോചിച്ച് നോക്ക്. തൻ്റെ മക്കൾ കണ്ട ഇത് കണ്ടാൽ തന്നെ എന്ത് വിചാരിക്കും? തനിക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ പ്രവൃത്തി ഇവിടെ കാണിക്കും. ഇത്ര നീചമായ ഒരു പ്രവൃത്തി. അയ്യോ, നിന്ന് മോങ്ങുന്ന കണ്ടോ? കൊച്ചു പിള്ളേരൊന്ന് മോങ്ങുന്ന പോലെ മോങ്ങുന്നു. ഇവരിവിടെ ആദ്യം വന്നപ്പോ എന്തായിരുന്നു കാര്യങ്ങള്? നമ്മളെ കൊന്നേനെ. എന്തായിരുന്നു? കണ്ണൂർട്ടിക്കപ്പോ ഞാൻ പറഞ്ഞ കണ്ണൂട്ടാടോ, അതല്ലോ കണ്ണു വേദനിക്കുന്നു പറഞ്ഞപ്പം എന്റെ കണ്ണ് ഞാൻ തള്ളും, ചിലപ്പോ ഞാൻ അകത്തിടും. ഇപ്പൊ ഇതെങ്ങനെ നിൽക്കും നിന്റെ കണ്ണ്? നീ ഒന്ന് നോക്ക്. എങ്ങനെ നാണോ കിടന്ന് അഴിഞ്ഞാട്ടം കാണിച്ചിട്ട് ഞങ്ങൾ എന്തോ അഭിപ്രായം പറയാനിടും. പിന്നെന്താണ്? എനിക്ക് നാളെ പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ എന്താ വിഷയം എന്താണെന്നറിയോ? ഇത് കാണിക്കരുത് കേട്ടോ. അതല്ല, ഇതിപ്പം താൻ ഇനി എങ്ങനെ ജീവിക്കാനിരിക്കാണ്? എന്താണ് ഈ ഗുണ്ട? ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞ ആൾക്കാരെ വരട്ടി ജീവിച്ച മനുഷ്യനാണോ? ഇത് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിന്നെ ആരെങ്കിലും പേടിക്കോടും? തന്നെ ആരെങ്കിലും വക വെക്കൂ? പിന്നെ ഈ പെണ്ണുങ്ങൾ കിടന്ന് കളിക്കുന്ന പോലെ ഇങ്ങനെ കിടന്ന് കുണുങ്ങിയത് തന്നെ ഈ നാട്ടുകാർക്ക് പിന്നെ അംഗീകരിക്കൂ? അതും ഒരു ഗുണ്ട. ആരെ വരട്ടി ജീവിക്കുന്ന ഒരു ഗുണ്ട പെണ്ണുങ്ങൾ കിടന്ന് കുണുങ്ങുന്ന പോലെ കുണുങ്ങി കാണിച്ചിട്ട് ഇയാളെ ആര് വക വയ്ക്കും? ആര് പേടിക്കും? കഷ്ടം. ഇനിയിപ്പോ ഇതെന്തേലും കൈവിട്ട് പോയി. ഇത് ഞങ്ങളിപ്പോ ടെലികാസ്റ്റ് ചെയ്യും. അല്ല, ഞാനിപ്പോഴേ ഇത് കാണിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു രക്ഷയില്ല. ഇതിപ്പോ പൊയ്ക്കഴിഞ്ഞു. അപ്പൊ ഞാനിനെ ഗുണ്ടായിട്ട് എന്നെ ആരും പേടിക്കത്തില്ല. ചിരിക്കും. ഞങ്ങൾക്ക് ആ പേടിയില്ല, പോയില്ലേ? നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ ഈ സാധനം TV വരരുത്. അയ്യോ, അത് ഇനി പറ്റില്ല. ഇത് ടെലികാസ്റ്റ് അതിങ്ങനെ പോയി കഴിഞ്ഞു, പോയി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. അപ്പൊ പിന്നെ എനിക്ക് പണിയായി. എന്റെ ഗുണ്ടാപ്പണി എടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാ ഒരു വഴിയുണ്ട്. അടുത്ത ഷെഡ്യൂളില് ഞാനൊരു ടീമുമായിട്ട് ഇനി വരും. എന്തിനാ? കിറ്റ് കളിക്കാൻ. ഉണ്ടാക്കാൻ വന്നേക്കുന്നു. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ.